ഈ മനുഷ്യൻ എന്താ പറയുന്നത്? ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തുന്നുണ്ടോ? ഇല്ല. അവരുടെ ദൈവാലയത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ട് അവർക്ക് ദൈവമാക്കി വെച്ചിരിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്. ആ പുരോഹിതന്മാർ ചില ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആൾക്കാരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇവൻ അങ്ങനെയുള്ള ഒരു ഡെസിഗ്നേഷനും ഇല്ല, അങ്ങനെയുള്ള ഒരു കഴിവും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലുള്ള വിദ്യാഭ്യാസമോ പ്രാഗൽഭ്യമോ പാരമ്പര്യമോ പൈതൃകമോ ഇല്ലാത്ത ഈ വ്യക്തി, യേശു എന്ന് പറയുന്ന വ്യക്തി, പാപികളുടെ പാപം ഡയറക്റ്റായിട്ട് ക്ഷമിക്കുകയാണ്. ഇനി ക്ഷമിക്കുന്നു എന്ന് പറയാപ്പോൾ ആർക്ക് വേണമെങ്കിലും പറ്റൂ അല്ലേ? ആർക്ക് വേണമെങ്കിലും പറഞ്ഞൂടെ? മനുഷ്യനാണ്, ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്ന് ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ല. യഹൂദന്മാർക്കുണ്ടായിരുന്ന, അന്നത്തെ റബിമാർക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ചില രോഗങ്ങൾ, എന്താ പറയുന്നത്, പാരലിസിസ് പോലെയുള്ള രോഗങ്ങൾ, ചില രോഗങ്ങൾ, കാഴ്ചയില്ലായ്മ, കേൾവിയില്ലായ്മ, അങ്ങനത്തെ രോഗങ്ങളൊക്കെ ശാപത്തിൻ്റെ എഫക്റ്റാണ്. ശാപം എന്ന് പറഞ്ഞാൽ പൊതുവേ മാനവരാശിക്കുള്ള ശാപത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. പ്രത്യേകമായൊരു ശാപം ആ കുടുംബത്തിൻ്റെ മേലെ ഉണ്ട്, ആ വ്യക്തിയുടെ മേലെ ഉണ്ട്. ഒന്നുകിൽ അവൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവനോ ഒരു പ്രത്യേക രീതിയിൽ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് അഹങ്കരിച്ച് മല്ലുപിടിച്ച് എന്തോ ഒരു ഭയങ്കര പാപം അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവന് ഈ പറയുന്ന ശിക്ഷ വന്നിരിക്കുന്നത് എന്നാണ് അവർ വിശ്വസിച്ചത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പിന്നെ നിത്യജീവനില്ല, അവർ ഉയർത്തെഴുന്നേൽക്കില്ല. അവർക്ക് ആണെങ്കിൽ ദൈവാലയത്തിലേക്ക് കടന്നു വരാനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോൾ ഒരാൾ സൗഖ്യമാക്കുകയാണ്. ഇവർ ഓൾറെഡി ശപിക്കപ്പെട്ടവരാണ് യഹൂദന്മാരുടെ കാഴ്ചപ്പാട് പ്രകാരം. ശാപം വന്നിരിക്കുന്നത് ഇവരുടെ പ്രത്യേകമായ പാപം കാരണമാണ്. ആ പ്രത്യേകമായ പാപം കണ്ടുപിടിക്കാനോ അതിന് ചികിത്സ കൊടുക്കാനോ യഹൂദന്മാർക്ക് കഴിയില്ല. അവരുടെ വ്യവസ്ഥയിലും ഇല്ല, അവരുടെ ആലയത്തിനും അതിനുള്ള കഴിവില്ല. ഈ പറഞ്ഞ ആളുകൾ തീർച്ചയായിട്ടും ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരും അവർ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ഒരു കാലമുണ്ട്. ദൈവം എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന. ഹാബേൽ ഉയർത്തെഴുന്നേറ്റില്ല, എന്നാൽ എല്ലാ മനുഷ്യരും ആദാമിനെ പോലെ ഉയർത്തെഴുന്നേറ്റ് ഒരു പാപമില്ലാത്ത നിഷ്കളങ്കമായ എല്ലാവരും തമ്മിൽ സ്നേഹിക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന, യെശയ്യാവ് അതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. മൃഗങ്ങൾ പോലും, വന്യമൃഗങ്ങൾ മറ്റു മൃഗങ്ങളെ ഉപദ്രവിക്കാത്ത, സ്നേഹം, അഹിംസ മാത്രം വാഴുന്ന ഒരു ലോകം, ഒരു രാജ്യം, വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ദൈവം എല്ലാവരെയും ന്യായം വിധിച്ച ശേഷം ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും തമ്മിൽ തരം തിരിച്ച ശേഷം നീതിമാന്മാർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഒരു അവസ്ഥ, ദൈവം സകലത്തെയും പുതുക്കുന്ന ഒരവസ്ഥ. സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം സ്വർഗത്തെയും ഭൂമിയെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന, അതിൻ്റെ നടുക്ക് ദൈവം തന്നെ പ്രകാശമായിരിക്കുന്ന, ദൈവം തന്നെ അതിൻ്റെ സ്രോതസ്സായിരിക്കുന്ന, ശക്തിയുടെ സ്രോതസ്സായിരിക്കുന്ന ഒരു രാജ്യം അത് വരും. ആ രാജ്യത്തിൽ ആർക്കും ശരീരങ്ങളിൽ ഊനമുണ്ടാവില്ല. ഫിസിക്കൽ ശരീരം തന്നെ ഉണ്ടാവും, പക്ഷെ ശരീരത്തിൽ എന്തുണ്ടാവില്ല? ഊനമുണ്ടാവില്ല. അങ്ങനെ ഊനമില്ലാത്ത ശരീരങ്ങളുള്ള, അതുകൊണ്ട് അവർ മനുഷ്യരെ പൂർണ്ണമായിട്ട് അടക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഈ അവരുടെ അവയവങ്ങളെ ദാനം ചെയ്യാത്തത്. അപ്പോൾ പൂർണ്ണമായിട്ടും അവർ ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരാനിരിക്കുന്ന ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തെക്കുറിച്ചുള്ള ഒരു പഠിപ്പിക്കൽ ഇവരുടെ ഇടയിലുണ്ട്. ആ രാജ്യത്തിൽ ഈ ഊനത്തോടെ വന്നിരിക്കുന്ന, ഊനമുള്ള വ്യക്തികളായിരിക്കുന്ന കുരുടന്മാരും ചെകിടന്മാരും സംസാരിക്കാൻ ശേഷിയില്ലാത്തവരും ഇതുപോലത്തെ എന്താ പറയുന്നത്, കാലിനുള്ള ശക്തി നഷ്ടപ്പെട്ടിരിക്കുന്ന പാരലിസിസ് ഉള്ളവരും കാണില്ല. ഈ പറയുന്ന ആളുകൾക്ക് പ്രത്യേകമായ എന്തോ ഒരു പാപവും ആ പാപം മൂലമുള്ള ശാപവും ഉണ്ട്. ഇത് ചുമ പനി മാരിയല്ല ഇവരുടെ അവസ്ഥ. ഈ പറയുന്ന ആളുകൾക്ക് പ്രത്യേകമായ ശാപമുണ്ട്. ഇവർ വരാനിരിക്കുന്ന രാജ്യത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയാണ് യഹൂദന്മാർ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ശാപം മാറിയെങ്കിൽ മാത്രമേ അവരുടെ രോഗത്തിന് വ്യത്യാസം വരുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിട്ട്, ഇപ്പോൾ അവരുടെ ശാപം മാറണമെങ്കിൽ ആദ്യം എന്ത് മാറണം? ആ പ്രത്യേകമായ കഠിനമായ പാപം മാറണം. ആ പാപം ക്ഷമിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അവരുടെ ശാപം മാറുള്ളൂ. ശാപം മാറിയെങ്കിൽ മാത്രമേ ആ രോഗം മാറുള്ളൂ.
അപ്പോൾ അവരുടെ രോഗം സൗഖ്യമാക്കിയിട്ട് യേശു പ്രഖ്യാപിക്കുകയാണ് ഇവരുടെ പാപവും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സന്ദർഭത്തിൽ യേശു ക്രിസ്തു ഇവരെല്ലാവരും വലിയ വലിയ പ്രമാണിമാരൊക്കെ കണ്ടുകൊണ്ടിരിക്കെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു പാരലിസിസ് ഉള്ള ഒരു മനുഷ്യനെ അവനെ നോക്കിയിട്ട് പറയാണ്, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകാം. അപ്പോൾ അവന് പാരലിസ് ആയ ആളല്ലേ, അവനെങ്കിൽ പോയി കിടക്കെടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. പക്ഷേ ഈ അവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഈ പറയുന്ന യേശു എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് പാപം ക്ഷമിക്കാനുള്ള അധികാരമുണ്ട്, പാപം ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമല്ലേ കഴിയുള്ളൂ എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പരീക്ഷന്മാരും ശാസ്ത്രിമാരും. ഇവൻ ദൈവമാണ് എന്ന് അവകാശപ്പെടുകയാണ് ഈ യേശു. അപ്പോൾ അവർ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരുടെ മനസ്സിന് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് പറയാണ്, ഏതാകുന്നു എളുപ്പം, എഴുന്നേറ്റ് നിന്റെ കിടക്കെടുത്ത് നിന്റെ വീട്ടിലേക്ക് പോകുക എന്ന് ഈ പക്ഷപാതക്കാരനോട് പറയുന്നതോ, അതോ നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ? ഇത് രണ്ടും അസാധ്യമായ കാര്യങ്ങളാണ് ഇവരെ സംബന്ധിച്ച് പറഞ്ഞത്. രണ്ടും എളുപ്പമല്ല. അപ്പോൾ അസാധ്യമായ ഒരു കാര്യം ഇവരുടെ കണ്ണിൻ്റെ മുമ്പ് ഇവർക്ക് തെളിവോടെ തെളിയിച്ചിട്ട് അസാധ്യമായ മറ്റൊരു കാര്യം തനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് യേശു അവകാശപ്പെടുകയാണ്. അസാധ്യമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ രണ്ട് കാലിൽ എഴുന്നേറ്റ് നടക്കുക, പൂർണ്ണമായ സൗഖ്യമാണ്. ആ കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചുകൊണ്ട് യേശു അവരുടെ മുമ്പിൽ തെളിയിക്കുകയാണ് അസാധ്യമായ മറ്റൊരു കാര്യം, പാപങ്ങളെ ക്ഷമിക്കുക എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യാൻ കഴിവുണ്ട്. ഐ ക്യാൻ ഫൊർഗീവ് പീപ്പിൾസ് സിൻസ് ആൻഡ് ദേ വിൽ ബി ഫൊർഗിവൺ ഇൻ റിയാലിറ്റി. ചുമ്മാ പറയുന്ന വാക്ക് മാത്രമല്ല, ശരിക്കും അത് ക്ഷമിക്കപ്പെടും. ക്ഷമിക്കപ്പെട്ടെങ്കിലേ ആ ശാപം പോവുള്ളൂ. ശാപം പോയെങ്കിൽ മാത്രമേ ഇവൻ പൂർണ്ണമായിട്ടും രോഗശാന്തി പ്രാപിക്കുകയുള്ളൂ. ഇപ്പം ഇവരുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി പാപികളോട് ക്ഷമിക്കുന്നു. ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ് മറ്റ് വ്യക്തികളുടെ ആരാധന സ്വീകരിക്കുക. യേശു സൗഖ്യമാക്കിയ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ട് യേശുവിനെ ആരാധിക്കുന്നു. ഗുരു എന്ന് മാത്രമല്ല, ചിലർ പ്രഭു എന്നും കൂടെയാണ് പറയുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ, അത്രയേ ഉള്ളൂ, സർ എന്നൊക്കെയുള്ളൂ. പക്ഷേ പ്രഭു എന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവേ, ദൈവമേ, ദൈവത്തോളം യേശുവിനെ ഉയർത്തുകയാണ് അവർ. എന്നിട്ട് ആ ആരാധന യേശു അങ്ങോട്ട് സ്വീകരിക്കുകയാണ്. ദൈവന്മാരി, ഞാൻ ദൈവമാണ് എന്നുള്ള മട്ടിൽ. യഹൂദന്മാരുടെ ആലയത്തിന് മാത്രമേ പാപക്ഷമ കൊടുക്കാനും യഹൂദന്മാരുടെ ആലയത്തിനകത്തുള്ള ദൈവത്തിന് മാത്രമേ ആരാധന സ്വീകരിക്കാനും അന്ന് സാധിക്കുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു ഈ രണ്ട് കാര്യങ്ങളും നടക്കുന്ന, ചലിക്കുന്ന ഒരു ആലയം മാതിരി അവരുടെ നടുവിൽ ചെയ്യാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം സമം ദൈവം. വചനം എന്ന് പറഞ്ഞാൽ ഇവർ തൗറയെ ഉദ്ദേശിക്കുന്നത്. തൗറ, ഞാൻ പറഞ്ഞ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ആ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയിരുന്നു, വചനം ജഡമായി തീർന്നു. ഇനി വചനം ശരീരമെടുത്ത് ലോകത്തിലേക്ക് വരികയാണ് എന്നാ പറയുന്നു. എന്ന് മാത്രമല്ല, ഈ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. വചനം സമം ദൈവം എന്നാണ് അവർ, സങ്കീർത്തനക്കാരനൊക്കെ ആ രീതിയിലാണ് വചനത്തെ വിശേഷിപ്പിക്കുന്നത്. വചനത്തിന് ദൈവത്തോളം അധികാരമുണ്ട്. ഈ തൗറയ്ക്ക് ദൈവം തന്ന വചനമല്ലേ. അപ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. എന്താണ് ഈ കൃപയും സത്യവും എന്ന് പറഞ്ഞാൽ? ഈ പാർത്തു എന്ന് പറയുന്ന വാക്കെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാർത്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടാരത്തിൽ, മോശ നിർമ്മിച്ച കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പാർത്തു. ആ പാർത്തു എന്നുള്ള വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃപയും സത്യവും നിറഞ്ഞവനായെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരമത്തെ വന്നത് എന്ന് യോഹന്നാൻ പറയുമ്പോൾ, യോഹന്നാൻ ഇത് രണ്ടും രണ്ട് സംഗതിയാണ് എന്നുള്ള രീതിയിലല്ല പറയുന്നത്. യോഹന്നാൻ പലപ്പോഴും ഒരു വിശേഷണം മാതിരിയാണ് ചില കാര്യങ്ങൾ രണ്ടായിട്ട് പറയുമ്പോഴും പറയുന്നത്. യേശു ക്രിസ്തു കൃപയും സത്യവും നിറഞ്ഞ ദൈവത്തിൻ്റെ വചനമാണ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സാന്നിധ്യം രണ്ടും കൂടെ അടങ്ങുന്ന ആൾ യേശു ക്രിസ്തുവാണ്. ആ തൗറയും അവരുടെ ടാബർനാക്കലിനകത്തുണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്ന ആളാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന് എന്ത് ചെയ്യാൻ പറ്റും?
ക്ഷമ കൊടുക്കാൻ പറ്റും. യേശു ക്രിസ്തുവിന് ആരാധന സ്വീകരിക്കാനായിട്ടും സാധിക്കും. ഇനി ഇത്ര മാത്രമല്ല, ഇനിയും കുറേ കാര്യങ്ങൾ, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. മരിച്ച ആൾക്കാരെ ഉയർപ്പിക്കുക. ദൈവാലയത്തിന് മാത്രമേ അന്ന് അങ്ങനെയുള്ള അധികാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ദൈവാലയത്തിന് മാത്രമേ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമായി എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അത് യേശുക്രിസ്തു ചെയ്യാണ്. ദൈവാലയത്തിന് മാത്രമേ ഈ വചനത്തെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ യേശു അത് ചെയ്യാണ്. ദൈവാലയത്തിന് മാത്രമേ ദരിദ്രരെ സഹായിക്കാനും അവരെ പരിപാലിക്കാനുമുള്ള ചുമതല അന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ അത് യേശു ചെയ്യാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. അപ്പം ദൈവാലയം എന്തൊക്കെ ചെയ്യാൻ പ്രതിബദ്ധതയുള്ളതാണോ സമൂഹത്തോട്, അതൊക്കെ നടക്കുന്ന ഒരു ദൈവാലയ മാതിരി, കൃപയും സത്യവും നിറഞ്ഞ വചനം, തൗറയും ദൈവസാന്നിധ്യവും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരവസ്ഥയിൽ യേശു ക്രിസ്തു ചെയ്യണം. യേശു ക്രിസ്തുവാണ് ദൈവാലയം. യേശു ക്രിസ്തു ദൈവാലയത്തിലെ പുരോഹിതന്മാർ ചെയ്യേണ്ട എല്ലാ കാര്യവും, മഹാപുരോഹിതൻ ചെയ്യേണ്ട എല്ലാ കാര്യവും പുരോഹിതൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. യേശു ക്രിസ്തു അതുമാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ യേശു അവിടെ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, പാപക്ഷമ, പിന്നെ മരിച്ചവരെ ഉയർപ്പിക്കുക, ജീവൻ കൊടുക്കുക, ആരാധന സ്വീകരിക്കുക, ഇതൊക്കെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ യേശു അവകാശപ്പെടുന്നത് എന്താണ്? ഞാൻ ദൈവമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. യേശു പറയുന്നത് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാണ് എന്ന് പറയുമ്പോൾ ആ മുന്തിരിവള്ളിയെക്കുറിച്ച് നമ്മൾ പോയിട്ട് ആഴത്തി അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും യേശു ക്രിസ്തു അവിടെ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന്. യേശു ക്രിസ്തു ഓരോ കാര്യവും പറയുമ്പോൾ അവൻ ദൈവത്തോട് സമനാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ എന്ന് യേശു തന്നെത്താൻ വിശേഷിപ്പിക്കുമ്പോൾ യേശു എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എഹെസ്കേൽ പറഞ്ഞു, ദൈവമാണ് നല്ല ഇടയൻ. ദൈവം നല്ല ഇടയനായി ഇസ്രായേലിനെ രക്ഷിക്കാനായിട്ട് വരും. യഹോവ എൻ്റെ നല്ല ഇടയനാകുന്നു എന്ന് ദാവീദ് സങ്കീർത്തനം 23 പറയുന്നു. ആ ഇടയനാണ് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ആ ഇടയനാണ് ഞാൻ എന്നാണ് യേശു ക്രിസ്തു അവകാശപ്പെടുന്നത്. യേശു ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ദൈവത്തിൽ വിശ്വസിക്കാറില്ല. യേശു പറയുന്നത് ഞാൻ ദൈവമാണ് എന്നാണ്. യേശു ദൈവത്തിൻ്റെ ഒരു അവതാരമോ ഒരു ഗുരുവോ അല്ല. കാരണം ഗുരുക്കന്മാരാരും തന്നെ ഞാൻ ദൈവമാണ്, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശു മാത്രമേ അവകാശപ്പെടുന്നുള്ളൂ. യേശുവിൻ്റെ സംവാദങ്ങളും വാഗ്വാദങ്ങളും അവൻ്റെ തിയറി ശരിയാണ് എന്ന് തെളിയിക്കാനല്ല, അവൻ ആരാണ് എന്ന് തെളിയിക്കാനാണ്. അവൻ ദൈവമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് യേശുവിൻ്റെ എല്ലാ വാഗ്വാദങ്ങളും. അവിടെയുള്ള പരീക്ഷമാരും ശാസ്ത്രന്മാർക്കും ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ആരാണ്? അവൻ പറയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ദൈവ സാന്നിധ്യം ഉണ്ടല്ലോ, ദൈവാലയത്തിലേക്ക് മടങ്ങി വരും എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യം, ആ ദൈവമാണ് ഞാൻ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ മെസ്സിയ ഉണ്ടല്ലോ, രാജാവ്, അതാണ് ഞാൻ. നിങ്ങളെ പാപത്തു നിന്നും ശാപത്തു നിന്നും അടിമത്തു നിന്നും വിടുവിച്ച് നിത്യജീവനിലേക്ക് നടത്താൻ കഴിവുള്ള ദൈവമാണ് ഞാൻ. നിങ്ങളുടെ പ്രഭു, നിങ്ങളുടെ കർത്താവാണ് ഞാൻ എന്നാണ് യേശു ക്രിസ്തു അവകാശപ്പെടുന്നത്.